ഒരു 99.9% പക്ഷിമൃഗാദികളും സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റാണ് അവരുടേതായ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ മാത്രമാണ് സൂര്യോദയം കഴിഞ്ഞിട്ടും ഉറങ്ങുന്നത്. നമ്മൾ തന്നെയാണ് പല പ്രശ്നങ്ങൾക്കും പല വിഷമത്തിനും കാരണക്കാരൻ. എന്നിട്ട് നമ്മൾ ഈ ശാസ്ത്രത്തെയോ അല്ലെങ്കിൽ മറ്റു പല രീതിയോ കുറ്റപ്പെടുത്തുന്ന യാതൊരു അടിസ്ഥാനവുമില്ല. ക്ഷേത്രസങ്കല്പം സാറേ, സാധാരണപ്പെട്ട എല്ലാ മലയാളികൾക്കും ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാ ദിവസവും പോകാൻ ആഗ്രഹിക്കുന്നതും ഈശ്വരവിശ്വാസിയായിട്ടുള്ള എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്നതും പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും വളരെ പെട്ടെന്ന് പോകാൻ പറ്റണേ. പക്ഷേ അതിനേക്കാളും അപ്പുറം ക്ഷേത്രസങ്കല്പത്തിൻ്റെ മഹാത്മ്യം വളരെ വലുതാണ്. എന്താണ് ക്ഷേത്രസങ്കല്പം? യഥാർത്ഥത്തിൽ എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്ഷേത്രസങ്കല്പം എന്ന അടിസ്ഥാനം വന്നത് തന്നെ മനുഷ്യന്മാർ ഇവിടെ ഈ ഭൂമിയിൽ ജനിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഹിന്ദുമത വിശ്വാസപ്രകാരം പണ്ട് കാലഘട്ടങ്ങളിൽ ആളുകൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഇടം ക്ഷേത്രമാണ്. കാരണം ആചാര്യന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്, പണ്ട് കാലത്ത് രാവിലെ എഴുന്നേൽക്കണം, നമ്മളെ ഈ വെളുത്ത വസ്ത്രം ധരിക്കണം, വെളുത്തത് ഉടുക്കണം എന്നൊക്കെയുള്ള ഒരു കവിതയുണ്ടല്ലോ, പി കുഞ്ഞാമൻ നായർക്ക് ഒരു കവിതയുണ്ട്, അത് നോക്കി മനസ്സിലാവും. അപ്പോൾ പ്രധാനമായിട്ടും ഈ രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ കുളിച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ ശരീരത്തിൽ നമുക്കുണ്ടാവും, മനസ്സിനും ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു ആൽമരം. ഈ ആൽമരം എന്തിനാണ് പ്രധാനമായിട്ട് വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം, ഇന്നിപ്പോൾ ഓക്സിജൻ ഏറ്റവും കൂടുതൽ പുറപ്പെടുവിപ്പിക്കുന്ന മരം ആൽമരമാണ്. അതുകൊണ്ടാണ് ഈ ആൽമരത്തിന് ചുറ്റും നടക്കണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ഈ ചന്ദനം ഇവിടെ തൊടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആജ്ഞാചക്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. മാത്രമല്ല ശരീരത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു മർമ്മപ്രധാനമായ സ്ഥാനമാണ് ഈ നെറ്റിയിലെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ചന്ദനം അവിടെ തൊടുന്നത്, അല്ലെങ്കിൽ കുങ്കുമം അവിടെ തൊടുന്നത്. മാത്രമല്ല പല പല ആയുർവേദ പ്രകാരമുള്ള പല ഗുണങ്ങളും ഈ ചന്ദനങ്ങളിൽ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോഴ് അത് പല രീതിയിലും ഇതായി പോയിട്ടുണ്ട്, എങ്കിലും ഇതിൻ്റെ ശാസ്ത്രം അതാണ്. അതുപോലെ തന്നെയാണ് ഈ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ തലച്ചോറിൽ നമുക്കറിയാം, ഒരു റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഉണരുന്ന സമയമാണ് രാവിലെ. അതുകൊണ്ടാണ് രാത്രി ഉറക്കമിളച്ച് നമ്മൾ ഒന്നും ചെയ്യരുത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാവും. നമുക്ക് എപ്പോഴായി കഴിഞ്ഞാലും നമുക്ക് ഗുണപരമായ ഒരു അനുഭവം വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി എപ്പോഴും സൂര്യോദയത്തിന് മുൻപ് നമ്മൾ എഴുന്നേൽക്കണം. നോക്കൂ, ഈ ജീവിതത്തിൽ നമുക്കറിയാം എല്ലാ പക്ഷിമൃഗാദികളും ഒരു 99.9% പക്ഷിമൃഗാദികളും സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റാണ് അവരുടേതായ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ മാത്രമാണ് സൂര്യോദയം കഴിഞ്ഞിട്ടും ഉറങ്ങുന്നത്. നമ്മൾ തന്നെയാണ് പല പ്രശ്നങ്ങൾക്കും പല വിഷമത്തിനും കാരണക്കാരൻ. എന്നിട്ട് നമ്മൾ ഈ ശാസ്ത്രത്തെയോ അല്ലെങ്കിൽ മറ്റു പല രീതിയോ കുറ്റപ്പെടുത്തുന്ന യാതൊരു അടിസ്ഥാനവുമില്ല. ഈ ക്ഷേത്ര സങ്കല്പം തന്നെ വെച്ചിരിക്കുന്നത് നമ്മൾ പോയി പ്രാർത്ഥിക്കുക. അപ്പോൾ ഓരോരോ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോരോ ഘടനയ്ക്കനുസരിതമായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു അവസരത്തെ മനസ്സിലാക്കേണ്ടതാണ്. ചിലപ്പോൾ ഈ ക്ഷേത്ര സങ്കല്പത്തിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ അക്ഷരങ്ങളുടെ പ്രസക്തി വളരെ വലുതാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്, അക്ഷരങ്ങളുടെ തികച്ചും പൂർണ്ണമായിട്ട് പ്രതിനിധാനം ചെയ്യുന്ന ഡിഫറെൻ്റ് ആണെന്നുള്ളത്. അത് ഈ എന്തോ ഒരു പേര് പറയുന്നുണ്ട്, കടപയാതി. കറക്റ്റ്, കടപയാതി. എന്താണ് ഈ കടപയാതി എന്ന് പറയുന്നത്? ഈ കടപയാതി എന്ന് പറയുന്ന ഒരു അക്ഷരം യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചത് മലയാളിയാണ്. അത് കേരളത്തിൽ ജനിച്ചു. അപ്പോൾ ഈ എല്ലാ സ്വരാക്ഷരങ്ങൾക്കും നമ്മളെ ഈ ഓരോരോ സംഖ്യ, ക 1, അങ്ങനെ ഈ ഓരോരോ അക്ഷരങ്ങൾക്കും ഓരോരോ സംഖ്യ കൊടുത്തിട്ട് ഇത് വലത്തു നിന്ന് ഇടത്തോട്ട് വായിക്കുന്ന ഒരു രീതിയാണ് കടപയാതി എന്ന് പറയുന്ന ഒരു സംഖ്യ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ഈ നാരായണീയം എന്ന് പറയുന്ന ശ്ലോകത്തിൻ്റെ അവസാനം ഈ എന്താ പറയുക, ആയുരാരോഗ്യ സൗഖ്യം എന്ന് എഴുതിയിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസത്തെ കലിദിനമായിരുന്നു എഴുതിയത്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം നമുക്കറിയാം, ഇപ്പം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കിപ്പം പട എന്നുള്ളൊരു വാക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം നനഞ്ഞ പട എന്ന് പറഞ്ഞാൽ 11,000 ആണെന്ന് വായിക്കേണ്ടത്.
അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മളിപ്പം ഒരു അക്ഷരം ഇപ്പം ക ട പ യാ ദി എന്നാണ് ഈ ഒരു സംഗീതം പറയുന്നത്. അപ്പം കായ്ക്കും ടായ്ക്കും ഒന്നാണ് അർത്ഥം. അപ്പം കടാന്ന് എഴുതി കഴിഞ്ഞാൽ 11 എന്നാണ് അർത്ഥം. അത് വായിക്കുമ്പം പിന്നെ വലത്തു നിന്ന് ഇടത്തോട്ടേക്കാണ് വായിക്കേണ്ടത്. അങ്ങനെയാണ് ഇത് ഈ ഒരു സംഖ്യ പ്രദാനം ചെയ്യുന്നത്. ഇതിന് പറയുന്ന പേരാണ് കടപയാതി. ഇന്നിപ്പോൾ നമുക്കിപ്പം ഈ കടപയാതി സംഖ്യ പല ഗ്രന്ഥങ്ങളിലും കാണാം. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളിൽ കാണുമ്പോൾ ആളുകൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അതെന്താണ് ഉദ്ദേശിക്കുന്നത്. അത് ആ ദിവസത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ പദമാണ്. ആ പദത്തെ നമ്മൾ ഓരോരോ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ കാലഘട്ടത്തെ ദിവസങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ കടപയാതി എന്ന് പറയുന്ന ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കടപയാതി എന്ന വാക്കിൽ ഈ ന്യൂമറിക്കൽ വാല്യൂസ് നമ്മളിപ്പോൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. പൈതഗോറസ് സിദ്ധാന്തം അല്ലെങ്കിൽ ഇന്ത്യൻ ന്യൂമറോളജി ഭയങ്കര പവർഫുള്ളാണ്. 1 to 9 മെത്തേഡ്. ഇപ്പോൾ പല ഹോളിവുഡ് ആക്ടേഴ്സും അവരുടെ മൊബൈൽ നമ്പറും ഈ വെഹിക്കിൾസിൻ്റെ നമ്പറൊക്കെ അത് ഫോളോ ചെയ്യുന്നവരുണ്ട്. ഭാഗ്യം വരും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഈവൻ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ സാറിനറിയാം 369 എന്ന നമ്പർ അല്ലെങ്കിൽ 66 സാധാരണ നമ്പർ എന്ന് പറയുന്ന പലരുടെയും വെഹിക്കിളിലുണ്ട്. ഭയങ്കര ഭാഗ്യം എന്നാണ് പറയുന്നത്. പോപ്പുലറായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റ് അത് ഉപയോഗിക്കുന്നുണ്ട്. ഈ കടപയാതി എന്ന് പറയുന്ന പ്രയോഗം കൊണ്ട് വാക്കുകൾ കിട്ടുന്ന പവർഫുൾ നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? എന്തെങ്കിലും സാറിന് പറയാം? അല്ല, ഈ കടപയാതി എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് ഈ രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സംഖ്യ നമുക്ക് എഴുതണം, പക്ഷെ മറ്റുള്ളവരെ അറിയരുത് എന്നുള്ളതിന് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. പിന്നെ ഈ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ് കടപയാതി. ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ആളുകൾക്ക് അതിനോട് സ്പിരിച്വലായിട്ട് എന്തെങ്കിലും ഒരു ശക്തിവിശേഷം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, അതായത് വെൻ യു ഹാവ് ഇനഫ് എനർജി തിങ്സ് വുഡ് ഹാപ്പൻ കോയിൻസിഡൻഷ്യലി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് തന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു എനർജി നമുക്ക് മോട്ടിവേഷനിലൂടെ നമ്മൾ നേടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് പലതും നടക്കും. ഇതിൻ്റെ പിറകിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ശക്തി തന്നെയാണ് പലപ്പോഴും നമ്മൾ നേർവഴിക്ക് നയിക്കുന്നത്. ഡെഫിനറ്റ്ലി. അപ്പോൾ ഇതിന് ഉപോത്ഫലമായിട്ട് ശക്തി പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ജ്യോതിശാസ്ത്രവും മറ്റുള്ള പല ഗുപ്തശാസ്ത്രങ്ങളും പല കാര്യങ്ങളും നമ്മൾ സഹായിക്കുന്നത്. കാരണം ചില കാര്യങ്ങൾ ചില ആൾക്കാരുടെ സഹായം തേടിക്കഴിഞ്ഞാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഉറപ്പാണ് സാർ. ഇപ്പോൾ ഈ പറയുന്ന ടെക്നിക്കിനകത്ത് നമ്പേഴ്സ് നമുക്ക് എനർജൈസ് ചെയ്യാനൊരു പാറ്റേൺസ് ഉണ്ട്. അതുണ്ട്. അപ്പോൾ ഈ കടപയാതി എന്നുള്ള വേർഡിനകത്ത് സാർ സീക്രട്ടായിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞു. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? എനർജൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റ് കീപ്പ് ചെയ്താൽ മതിയോ? അല്ല, ഈ കടപയാതി എന്ന് പറയുന്ന സംഖ്യ സൂക്ഷിക്കേണ്ടതല്ല. അതായത് നമ്മളിപ്പം ഒരു കാലഘട്ടത്ത് അത്യാവശ്യം അറിവുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് പരിശ്രമിക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആണ് ഇത് സൂക്ഷിക്കേണ്ടതെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു കാര്യം ഒരു അക്കം പറയണം, പക്ഷേ സാധാരണപ്പെട്ട ആൾക്കാർ നോക്കിയാൽ മനസ്സിലാവരുത് എന്ന് കരുതുന്നതിന് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് കടപയാതി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന് വേറെ എന്താ പറയുക, എനർജൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇറ്റ്സ് എ ഡീകോഡ് ഫോർ കീപ്പിംഗ് സംതിങ് അല്ലേ? വേറെ ഒന്നും അതിനപ്പുറത്തേക്ക് വേറൊന്നും വരുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു പുതിയൊരു അറിവാണ്. തീർച്ചയായിട്ടും ഈ ക്ഷേത്രസങ്കല്പം എന്ന് പറയുന്ന സങ്കല്പം നമ്മൾ സംസാരിക്കുകയും അതിലൂടെ നാവിഗേറ്റ് ചെയ്ത സമയത്ത് സാറ് പറഞ്ഞു കൊടുത്ത വേറൊരു അറിവും കൂടെയാണ്. എല്ലാവർക്കും ഉപയോഗം വരട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക, വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.